കുക്കിങ്ങിൽ ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് നോക്കും, അത്രേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഈ വീഡിയോയിലില്ല, എങ്കിലും എനിക്ക് ബോറടിക്കുന്നതുകൊണ്ട് ഒരു കൂട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ക്യാമറയും കൂടി ഓൺ ചെയ്ത് വെച്ചേക്കണേ കേട്ടോ. ഞങ്ങൾക്ക് ഒഴിച്ചു കൂട്ടാനായിട്ട് സാമ്പാറാണ് കറി, അപ്പോൾ പിന്നെ ക്യാബേജ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. എരിവുള്ള കറിയുള്ളപ്പോൾ ഒരു എരിവില്ലാത്ത കറിയും കൂടി ഇരിക്കട്ടെ. ക്യാബേജ് എന്നൊക്കെ പറയുമ്പോൾ ഇല്ലേ, അമ്പലത്തിലെ സപ്താഹത്തിനൊക്കെ കഴിക്കില്ലേ, അന്നദാനത്തിനൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റാണ് കേട്ടോ എനിക്കിഷ്ടം. പക്ഷേ നമ്മുടെ വീട്ടിൽ വെക്കുമ്പോൾ ഒരിക്കലും എനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ല കേട്ടോ. ഇവിടെയാണെങ്കിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റും കൂടി ഇടാറുണ്ട് ക്യാബേജിൻ്റെ ഒപ്പം, ഞാൻ ഇടാറില്ല കേട്ടോ. ഞാൻ സാധാരണ ചെറിയുള്ളി പച്ചമുളകൊക്കെ ചതച്ചിട്ടാണ് കേട്ടോ ക്യാബേജിലിട്ട് തിരുമാറ്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് കിട്ടാറുണ്ട്. ഒറ്റക്കാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്, മടിയാണ്. എളുപ്പപ്പണി എന്താണോ അതാണ് വേഗം ചെയ്യുക. മഞ്ഞപ്പൊടി, ഉപ്പ്, പച്ചമുളക്, വേപ്പില, സവാള ഇതെല്ലാം കൂടെ ക്യാബേജിലിട്ട് നന്നായിട്ട് തിരുമ്മി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കും. പിന്നെ കുറച്ച് ഉഴുന്നില്ലേ, ആ ഉഴുന്നും കൂടെ കഴുകിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അതും കൂടി ഇട്ട് പൊട്ടിച്ചിട്ട് പിന്നെ നമ്മുടെ ഉണക്കമുളക്, വേപ്പില അതൊന്ന് മൂപ്പിച്ചിട്ട് ഈ തിരുമ്മി വെച്ച ക്യാബേജ് കൂടെ അതിനകത്ത് ഇട്ടൊന്ന് വഴറ്റിയെടുക്കൂട്ടോ. അധികം നേരിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. പച്ചച്ചോവ ഒന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാനിങ്ങനെയാണ് വെക്കുന്നത്. പക്ഷേ അമ്പലത്തിലൊക്കെ പച്ചച്ചോവ തന്നെ നമുക്ക് നേരിട്ട് കിട്ടും. അപ്പോഴും നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. വീട്ടിലെന്തോ ഞാൻ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ ക്യാബേജൊക്കെ ഉണ്ടാക്കാറ്? അങ്ങനെ പാചകമൊക്കെ കഴിഞ്ഞിട്ട് സിങ്കിലുണ്ടായിരുന്ന പാത്രങ്ങൾ അപ്പം തന്നെ ഞാൻ കഴുകി വെച്ചിട്ടാ, ഇല്ലെങ്കിൽ പിന്നത്തേക്ക് ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ പണി അങ്ങോട്ട് തീർന്നല്ലോ. പാത്രം കഴുകി വെച്ച് സ്ലാബൊക്കെ തുടച്ചിട്ട് ഞാൻ പിന്നെ പോയി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നു. പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കണ്ടല്ലോ അങ്ങോട്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ.